ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് പോളണ്ടിലെ ഏറ്റവും മനോഹര നഗരമായ ക്രാക്കോവിലേക്കാണ്. എയർപോർട്ടിൽ നിന്ന് രാവിലെ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പോയത്. ഞാൻ പോളണ്ടിൽ പോയത് തന്നെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിരുന്നു. 2 മണിക്കൂർ എടുത്ത് മേക്കപ്പ് ചെയ്തിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയത്. മേക്കപ്പ് ചെയ്തതിന് ഉപകാരമുണ്ടായി, ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി. പക്ഷേ കാർഡ് സംബന്ധമായ ചില കാരണങ്ങളാൽ എനിക്ക് അവിടെ വർക്കിന് കയറാൻ സാധിച്ചില്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതെന്നെ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ അതും പോയി. പിന്നെ ഞാൻ സമയം കളയാതെ പോളണ്ട് കറങ്ങാനിറങ്ങി. ഞാൻ നേരെ ഓൾഡ് ടൗണിലേക്ക് ഇറങ്ങി. യൂറോപ്പിൽ മുഴുവൻ ഇപ്പോൾ ഹീറ്റ് വേവ് ആണ് ട്രെൻഡിങ്. എൻ്റെ പോളണ്ട് യാത്രയാണെങ്കിൽ അതിൻ്റെ പീക്ക് ടൈമിലും. ഇന്ത്യൻ ക്ലൈമറ്റിൽ ഇത്രയും ചൂട് അനുഭവിച്ച് വന്ന് എനിക്ക് ഇതൊക്കെ സിമ്പിളാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഞാൻ. പക്ഷേ ചൂടെടുത്തിട്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. പോളണ്ടിൻ്റെ ഓൾഡ് ടൗണിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ബസിലിക്ക. ഇവിടെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു മ്യൂസിക് കേൾക്കാൻ സാധിക്കും. അതിന് പിന്നിലൊരു കഥയുണ്ട്. യൂറോപ്പിലെ ഓരോ രാജ്യത്തിനും അവരുടേതായ ഒരു പഴയ നഗരമുണ്ട്. അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്നും ആ ഓൾഡ് ടൗണുകൾ അവർ സംരക്ഷിക്കുന്നു. ഈ കാണുന്നതാണ് വാവൽ റോയൽ കാസിൽ, പോളണ്ടിൻ്റെ രാജകൊട്ടാരം. സമയം വളരെ കുറവും അതുമാത്രമല്ല ചൂട് അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ളതിനാൽ ക്രാക്കോവിലെ അധികം സ്ഥലങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നീട് ഒരിക്കൽ കൂടി പോളണ്ടിലേക്ക് വരാമെന്ന് കരുതി ഞാൻ പോളണ്ടിനോട് യാത്ര പറഞ്ഞു. പോളണ്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ കയറി കണ്ടാൽ മതി. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ.